ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് സുധിയുടെ ബെഡ് റോക്ക് എഡീഷൻ ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് വേൾഡിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ സീരീസ് 2025 സുധിയണ്ണൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് 2026 അതിൻ്റെ കണ്ടതിന് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ അതാ സുധിയുടെ എലൈട്രയും ജസ്റ്റ് വിളിച്ച് അങ്ങനെ 6 മാസം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ടൂൾസാണ്. ടൂൾസും എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത് ഈ വേൾഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യും. ഇത് വലിയ സീരിയസ് ഒന്നും ഞാൻ ആക്കുന്നില്ല, കാരണം സുധിയുടെ വേൾഡല്ലേ, നമ്മൾ അതിലങ്ങനെ വേറെ ബിൽഡൊന്നും ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് അണ്ണൻ്റെ പെറ്റ് പപ്സ്. അതായത് പപ്സ്. ഇത് അണ്ണൻ്റെ വേൾഡിൻ്റെ മാപ്പാണ്. അണ്ണൻ്റെ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഐലൻഡാണ്. ചുറ്റും ഐലൻഡൊന്നും ഇല്ല, പിന്നെ സൈഡിലൊരു ചെറിയ ഐലൻഡ് കാണുന്നുണ്ട്, ഒരു ഡോട്ട് പോലെ. അപ്പോൾ അണ്ണൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ഫസ്റ്റ് തൊട്ടേ കാണുന്ന ആളാണ്. ഞാനെൻ്റെ വലിയൊരു ഫാനുമാണ്. അവിടെ ഒരു ഡോക്കുണ്ട്, ഫിഷിംഗ് ഡോക്ക്. അവിടെ ഒരു ഷിപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ അതത്രയുമാണ്. അപ്പോൾ ഞാൻ സുധിയുടെ ഭയങ്കര ഫാനാണ്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് അറിയാം, പുള്ളി ഒത്തിരി ബിൽഡൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പണ്ടത്തെ ലെറ്റ്സ് പ്ലേ ഒക്കെ കാണണം. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളവർ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഡേ, ഇപ്പോൾ നമ്മൾ നൈറ്റാണ്, അത് നമുക്ക് നൈറ്റ് ത്രൂ ചെയ്യാം. ഡേ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സമയം എത്രയായി? എനിക്ക് ഭയങ്കര ക്ലോക്ക് നമുക്ക് അറിയത്തില്ല, സമയം അറിയത്തില്ല. നേരെ താഴോട്ട് ഇറങ്ങിപ്പോവാം. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ചെറിയ ബ്രിഡ്ജുണ്ട്. അതാണ് എൻ്റെ ബീബു. അവിടെ അണ്ണന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് എൻ്റെ ബീബു. പിന്നെ അവിടെ ക്യാമ്പ് ഫയറിൻ്റെ ചെറിയൊരു സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിലൂടെ നടന്നു പോവാം. ഇവിടെ നോക്കുവാണെങ്കിൽ അണ്ണൻ്റെ സൂപ്പർ സ്മെൽറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ വില്ലേജർ വേൾഡ് ഇവിടെ ഉണ്ട്. ഇവിടെ ബാംബു ഫാർമ്. എന്നാൽ ഇവിടെ ബ്ലോക്ക് ആക്കി കേട്ടോ വെച്ചേക്കുന്നത്. ഇവിടെ നമ്മുടെ ബീബുവിൻ്റെ ഡോഗ്, ഹാപ്പി ഗാസ് ഡോഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ചെറിയൊരു പോണ്ട് സെറ്റപ്പ് ഉണ്ട്. ഇത് ചെറുതൊന്നും അല്ല, ഒഴുകി അണ്ണൻ്റെ വേൾഡ് ചുറ്റുന്നുണ്ട്. അതൊക്കെ കാണാം നമുക്ക്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ ഒരു ഫാർമുണ്ട്. ഇവിടെ നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നോ, വിച്ച് ഹട്ടുണ്ട്. അണ്ണൻ്റെ ബിൽഡ് ചെയ്തത്. വരുമ്പോൾ തന്നെ ആ ഒരു വല്ലാത്ത വൈബുണ്ട്, ഒരു ഹൊറർ വൈബ്. ഇത് പിന്നെ മറ്റേ ഈ ഫാർമിൻ്റെ പേര് ഞാൻ മറന്നു, XP ഫാർമാണെന്ന് തോന്നുന്നു. അതിവിടെ ഉണ്ട്. അതാണ് എൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാത്ത് വന്നിട്ട്, ഈ പാത്ത് നേരെ അവിടെ ചെറിയൊരു വില്ലേജ്. ഇതാ വീഡിയോയിൽ തന്നെ എണ്ണം പറഞ്ഞായിരുന്നു, ഒരു ഡിസൈനിന് വേണ്ടി ചുമ്മാ ഇട കളയാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്, അകത്തൊന്നും ഇല്ലേ. പിന്നെ എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ മുട്ട. ഇതിനെ എവിടെ കൊണ്ടിട്ടാലും ഇതിങ്ങനെ നടന്നു പോയി. നമുക്ക് മുട്ടാനെ ലീഷ് ചെയ്യാൻ പറ്റത്തില്ല, ടേം ചെയ്യാനും പറ്റില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ താഴോട്ടിറങ്ങാം. ഇവിടെയെന്ന് പറയുമ്പോൾ ഒരു ഡോറ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ മൈനിങ് ഏരിയയാണ്. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എൻ്റെ ഒരു അലയിലാണ്. അലയിലിനൊരു പേരുണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്, അത് മറന്നുപോയി. അപ്പം ഇതൊരു ചെറിയ ബ്രിഡ്ജ് സെറ്റപ്പ്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു അക്കറുണ്ട്, മീമോയും പിന്നെ മറ്റേ മീൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് സ്ഥലമാണ് കേസ്. അവിടെ 2 ബട്ടൺ കണ്ടോ, അതിലൊരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അണ്ണൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ഐറ്റം വരും. ഒന്നും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ തന്നെത്താൻ അങ്ങനെ പഴയതുപോലെ ആവുകയും ചെയ്യും. അണ്ണൻ്റെ പെറ്റ്സ്, ഏറ്റവും ടോപ്പിലിരിക്കുന്ന മീനിക്കുട്ടി, അത് അണ്ണൻ്റെ എല്ലാ സീരീസിലുണ്ട്. ഇത് കുറച്ച് കൃഷിയൊക്കെയാണ്, അത് അത്രേ ഉള്ളൂ കൃഷിയൊക്കെ. ഇവിടെ ക്യാരറ്റ് ഉണ്ട്, അങ്ങനെ കുറേ. പിന്നെ ഇങ്ങോട്ട് കയറി നോക്കുവാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ബിൽഡ്. പിന്നെ അതുണ്ട് അങ്ങനെ വിൻഡ് മില്ല്, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ കയറുമ്പോൾ ഗ്രീൻ ഹൗസാണ്. ഇവിടെ പ്ലാന്റുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഗെയിമിലുള്ള എല്ലാ പ്ലാന്റും അല്ല, കുറച്ചൊക്കെ വൈൻസ് എല്ലാം ഉണ്ട്. ഇനി ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ഇങ്ങോട്ട് കയറി നോക്കുവാണെങ്കിൽ നമ്മുടെ അയൺ ഫാർമാണ്. ഇപ്പോൾ ഒന്നുമില്ല, അതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കിടക്കണം, അവിടെ ഒരു ബാംബൂവിൻ്റെ ചെറിയൊരു ബിൽഡ്. ഇതുണ്ടോ, കാണാൻ അടിപൊളി ബിൽഡാണ്. ഇപ്പം നമുക്ക് ബോൺ കിട്ടും. അപ്പം താഴെ നമ്മുടെ സ്കെൽട്ടൺ സ്പോണറാണ്, സ്കെൽട്ടൺ ഫാർമ്, അത് തന്നെ.
പറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ്. നമുക്ക് ഇതൊരു ട്രീ ഹൗസ്, ഈ ട്രീ ഹൗസിൽ മറ്റേ ട്രേഡിംഗ് ഹാൾ സെറ്റപ്പാണ്. ഓക്കെ, അതൊക്കെ അത്രയാണ്. നീ ഇപ്പം നോക്കുവാണെങ്കിൽ ഇത് അണ്ണൻ്റെ വേൾഡ്. ഓക്കെ, അണ്ണൻ പിന്നെ പണ്ടേ ബിൽഡിൻ്റെ ആളാണ്, നല്ല ബിൽഡൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ മൈൻക്രാഫ്റ്റ് ഫേവറേറ്റ് യൂട്യൂബറാണ്. ഓക്കെ, ഹാർഡ് വർക്കിംഗ് മൈൻക്രാഫ്റ്റ് യൂട്യൂബറാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറുവാണിതുണ്ട്, ഇതെല്ലാം ഒരു ജസ്റ്റ് ഒരു ബിൽഡ് മാത്രമാണ്, ഇൻറ്റീരിയർ വർക്കൊന്നുമില്ല. താഴോട്ട് നമുക്ക് ഇറങ്ങാം. ഇവിടെ നോക്കുവാണെങ്കിലും പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല, കുറച്ചധികം ഡെക്കറേഷൻ ബിൽഡുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഡെക്കറേഷനാണ് അടിപൊളി ബിൽഡൊക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ അകത്തും ഇൻറ്റീരിയർ വർക്ക് ഒന്നും തന്നെ ഇല്ല. പിന്നുള്ളത് ഒരു അടിപൊളി ബിൽഡ്, ഇതിൻ്റെ ഉള്ളിൽ വർക്കൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഷുഗർ ക്യാൻ ഫാർം പോലൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കുവാണെങ്കിൽ നൈറ്റായി, സോംബീസ് ഇറങ്ങി. ഞാൻ പിന്നെ ഒരു ബെഡൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഞാൻ വെച്ചായിരുന്നു, അതിനിപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിടന്നിറങ്ങിയിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ബിൽഡ്. പിന്നെ ഈ സീരീസ് 2025 ആയതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും ഓർമ്മയില്ല, നമ്മുടെ ലാവാ ഫാർം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തുമില്ല. അതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുധിയുടെ ചാനലിൽ കയറി കണ്ടാൽ മതി. കണ്ടോ, അണ്ണൻ്റെ ബിൽഡൊക്കെ പറന്ന് നോക്കാൻ ഒരു രക്ഷയില്ല. ഗൈസ്, ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളിടുന്ന കമൻറ്റൊക്കെ ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.